നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്നൊക്കെ നമുക്ക് നോക്കാം. എപ്പോഴും നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ ഒന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലും 22,200 താഴത്തേക്കിന് ക്ലോസിംഗ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ട്രെൻഡ് നെഗറ്റീവ് ആണ്. അതിന് മുൻപ് തന്നെ ആ ഒരു ക്ലോസിംഗ് നെഗറ്റീവായിട്ട് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. 22,400 500 റേഞ്ചിന്റെ താഴത്തേക്ക് വന്നപ്പോഴും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു ട്രെൻഡ് കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇനി ആയാലും നിഫ്റ്റിയുടെ ലോവർ ലെവൽ സപ്പോർട്ട് നമ്മളിത് കാണിച്ചു തന്നിരുന്നത് 21,800 ആണ്. 21,800 21,500 ആണ് ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ടുകൾ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈ എടുക്കേണ്ട രീതികളും നമ്മളത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ അപ്പോൾ നിഫ്റ്റിയിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. കാരണം ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ എപ്പോഴും ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കണം. കാരണം നിഫ്റ്റിയിൽ ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്, മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെപ്പോഴും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ നമ്മൾ അലേർട്ട് തന്നതാണ്. നിഫ്റ്റിയിലായാലും 21,795 റെസിസ്റ്റൻസ് ആയിട്ട് നിലനിർത്തിയിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കഴിഞ്ഞ ദിവസത്തിലെ റെസിസ്റ്റൻസ് 21,795. 830 ഹോൾഡ് ചെയ്താൽ 850 മുകളിലേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല 21,795 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു, 950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു, 995 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. റെസിസ്റ്റൻസുകളൊക്കെ ഈസി ആയിട്ട് ഇൻട്രാഡേയിൽ ബ്രേക്ക് ചെയ്തു പോകുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പൊ നിഫ്റ്റിയിലും ലോങ് ടൈം ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നിഫ്റ്റി ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 21,800 അപ്പോൾ ആ ഒരു ലെവല് നമ്മൾ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിൽ സൂചിപ്പിച്ചായിരുന്ന ഒരു ലെവലാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള റൈറ്റ് സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈയുടെ ഒരു പ്രഷറാണ് എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ മാർക്കറ്റിലെ വലിയൊരു മൂവ്മെന്റ് നൽകാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാത്രമാണ് നമ്മളത് നൽകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും വർക്കിംഗ് വന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന് നമ്മൾ ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതായത് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബൈയുടെ ഒരു സെന്റിമെന്റിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്ന രീതിയിലാണ് നമ്മൾ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പൊ നിഫ്റ്റിനെ വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ക്ലോസിംഗ് ലെവലിന്റെ അടുത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 22,150. അപ്പോൾ നിഫ്റ്റിയിലും ട്രെൻഡ് ഇപ്പോൾ 22,200 അതുപോലെ തന്നെ 22,330 ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുണ്ട്, ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 22,150 ഹോൾഡ് ചെയ്ത് അതിന്റെ ഒരു മുകളിലാണെങ്കിൽ ചെറിയ ടൈമിലെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,200 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും 22,150 താഴെയാണ്. ഇപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 22,150 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ സപ്പോർട്ട് കാണുന്നത് 22,040 ആണ് സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ 22,040 ശേഷം 22,005 അടുത്ത സപ്പോർട്ട് കാണുന്നത്. അപ്പൊ അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 21,930, അതിനുശേഷം 21,860 830 സപ്പോർട്ട് കാണുന്നത്. ഹയർ ലെവൽ നമുക്ക് നോക്കാം. ഹയർ ലെവൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിലാണ് 22,200 മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 22,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,150 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതും ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്.
അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,250 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 22,200 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആകും. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് 300ന്റെ അടുത്താണ്. 22,300 330 അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കാം. മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബൗൺസ് മാർക്കറ്റിൽ വലിയൊരു ബൗൺസ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താലാണ് ആ ഒരു റൈറ്റ് ട്രെൻഡിൽ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്, ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 22,150 തന്നെ ആക്ട് ചെയ്യും. 22,040 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,500 എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇതും ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ്. അല്ലെങ്കിൽ 22,040 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി, ഇൻട്രാഡേയിലെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. ഇപ്പൊ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിഫ്റ്റിയിലെ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ ഒരു വർക്കിംഗ് നോക്കുക. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തിൽ അത് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ടിൽ നമ്മൾ നൽകിയിരിക്കുന്ന ട്രേഡിംഗ് പ്ലാൻ. എപ്പോഴും പറയുന്ന ഒരു പ്ലാനും കൂടി ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് സമയം ആണ് ആ ഒരു ട്രേഡിംഗ് പ്ലാൻ പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ കൂടുതൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് പ്ലാൻ നൽകിയിരുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒരിക്കൽ കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും ട്രെൻഡും ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോസും നൽകുന്നത്. കഴിഞ്ഞ ദിവസം 47,760 മുകളിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ബൈക്കാണ് കൂടുതൽ സാധ്യത, ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അടുത്ത റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക 46,950 എക്സാക്റ്റ് ആയിട്ട് 46,950 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം വീണ്ടും അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം 47,150 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് ഇൻട്രാഡേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റിൽ കിട്ടിയിരുന്നത്. എപ്പോഴും മേജർ ആയിട്ടുള്ള ബൈകളൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് ശ്രദ്ധിക്കാൻ. നല്ല സപ്പോർട്ടിൽ നിന്നാണ് എപ്പോഴും നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടുന്നത്. അപ്പൊ നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളായാലും ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഇത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റെസിസ്റ്റൻസ് ഏതാണ് സപ്പോർട്ട് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ലോവർ ലെവൽ സപ്പോർട്ട് 46,800 ലോവർ ലെവലിലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഹയർ ലെവൽ 48,120 ലെവല് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 48. അപ്പൊ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ട് കൂടിയുണ്ട്. 47,550 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. 47,550 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇതിന്റെ മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 47,550 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 47,050 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. 47,050 ശേഷം 46,800 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 47,820 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. 47,550 സപ്പോർട്ട് ലെവലിലേക്ക് എടുത്തു. ഇതും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 48,120 അടുത്ത റെസിസ്റ്റൻസ്. 47,820 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള
ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്തത് പോലും ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്ലാൻ നൽകുമ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ട് ലെവലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. 21,760 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് കവറിങ് വരും. അതുപോലെ തന്നെ ബൈക്കാണ് സാധ്യത. എക്സാക്റ്റ് ആയിട്ട് ഫിൻ നിഫ്റ്റിയും എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. 20,930 റെസിസ്റ്റൻസ് അതിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസുകളൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയാണ്. 21,050 റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 21,180, അതിനുശേഷം 21,080, അതിനുശേഷം 20,975, അതിനുശേഷം 20,800 ഇമ്പോർട്ടന്റ് സപ്പോർട്ട്. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. 21,260 റെസിസ്റ്റൻസ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 260 മുകളിൽ വേറെ റെസിസ്റ്റൻസ് നൽകുന്നില്ല. കാരണം ഇതിന്റെ മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിന്റെ താഴത്തേക്ക് ഒരു ക്യാല് ക്ലോസ് ചെയ്താൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 21,080 കൂടി ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അതിനുശേഷം 20,975 സപ്പോർട്ട്, അതിനുശേഷം 20,800 സപ്പോർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വീണ്ടും സപ്പോർട്ട് ലെവൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ബൗൺസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുമോ, ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുമോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും. കാരണം ഇവിടുന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബൈക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് ബൈക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ വരും ദിവസങ്ങളിൽ നിലനിർത്തുമോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിന്റെ ഒരു സാധ്യത വരുന്നത്. ഇപ്പൊ എത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.